ഗൾഫിൽ ഇനി ഉത്സവകാലമാണ്. ഓണം, പൂരം, അതോടൊപ്പം തന്നെ കേരളോത്സവം, ഇങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ നാടുകളിലും ഉത്സവമാണ്. അതങ്ങ് നീണ്ടു നിൽക്കും അടുത്ത വിഷു വരെ. അതിനുള്ള തയ്യാറെടുപ്പാണ് എല്ലായിടത്തും നടക്കുന്നത്. ഇതുപോലെ ഇത് ഓർമ്മയുടെ കലാവിഭാഗത്തിൻ്റെ തയ്യാറെടുപ്പാണ്. ഇനിയാണ് ശരിക്കുമുള്ള ആഘോഷം നടക്കാൻ പോകുന്നത്. കൊടും ചൂടിന്റെ വരൾച്ചയിൽ നിന്നും ശൈത്യത്തിന്റെ ആഘോഷത്തിലേക്ക് കൊട്ടിക്കയറുകയാണ് ഗൾഫ് നാടുകൾ. പൊന്നിൻ ചിങ്ങം പിറക്കുമ്പോൾ കേരളത്തിൽ പൂവിളിയും പൂക്കാലവും എത്തുന്നത് പോലെ മറുനാട്ടിലെ മലയാളികളുടെ മനസ്സിലും മാവേലിക്കാലവും പൂവിളികളും ഉണരുകയായി. ഗൾഫ് നാടുകൾ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞെത്തിയാൽ ഒരിടത്ത് ഒത്തുകൂടി ഇങ്ങനെയാണ് പരിശീലനം. ദുബായ് ഓവർസീസ് മലയാളി അസോസിയേഷൻ ഓർമ്മയിലെ കലാകാരന്മാരുടെ പരിശീലന കളരിയാണ് ഇത്. ദിവസവും രാത്രി 8 മുതൽ 10 മണി വരെയാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടിയുള്ള പരിശീലനം. 6 വയസ്സുള്ള കുട്ടികൾ മുതൽ 60 വയസ്സുവരെയുള്ളവർ ഇങ്ങനെ ഒരേ മനസ്സോടെ അനുസരണയോടെ അടുക്കും ചിട്ടയുമായി കലയെ രാഗിമിനുക്കുന്ന രാവ്. ശിങ്കാരിയും പഞ്ചാരിയും ഒപ്പനയും തിരുവാതിരയും മാർഗം കളിയുമെല്ലാമായി മനസ്സിനും ശരീരത്തിനും പുതിയ ഉണർവും ഊർജവും നൽകുന്നവർ. UAE തന്നെ ആദ്യമായിട്ട് വനിതാ ശിങ്കാരി മേളം അവതരിപ്പിച്ചത് നമ്മുടെ സംഘടനയുടെ പൂർവ്വകാല സംഘടനയാണ്. അപ്പോൾ ഇപ്പോഴും അത് തുടർന്നു പോകുന്നു. മുൻകാലങ്ങളിൽ 25-30 കലാകാരന്മാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വാദ്യ ട്രൂപ്പ് നിലവിൽ 150ഓളം കലാകാരന്മാർ ഇപ്പോൾ സംഘടനയുടെ കീഴിൽ പഠിക്കുന്നുണ്ട്. വ്യത്യസ്ത ചെണ്ട മാത്രം 150ഓളം കലാകാരന്മാർ ചെണ്ടയ്ക്ക് മാത്രമായിട്ടുണ്ട്. ഓർമ്മയുടെ കലാവിഭാഗത്തിൻ്റെ കീഴിലാണ് നമ്മൾ ചെണ്ട അഭ്യസിപ്പിക്കുന്നത്. കലാവിഭാഗത്തിൻ്റെ കീഴിൽ ഏതാണ്ട് 600-650ഓളം കലാകാരന്മാർ നിലവിൽ സംഘടനയ്ക്ക് കീഴിലുണ്ട്. വ്യത്യസ്ത കലാരൂപങ്ങളായിട്ട് ചെണ്ട, അതുപോലെ തന്നെ കേരളത്തിൻ്റെ തന്നെ തനത് കലാരൂപങ്ങളായ മാർഗംകളി, തിരുവാതിര, ഒപ്പന, അതുകൂടാണ്ട് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് കലാരൂപങ്ങൾ, ഇപ്പോൾ ഒഡീഷ ആയാലും കഥക്ക്, സൂഫി, അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ നമ്മളുടെ കലാകാരന്മാർ തന്നെ നടത്തുന്നുണ്ട്. 4 പതിറ്റാണ്ടോളമായി വാദ്യമേളങ്ങളുടെയും നാട്യ അഭിനയ കലകളുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ സൗന്ദര്യ ലോകം പ്രവാസികൾക്ക് സമ്മാനിക്കുന്നുണ്ട് ഓർമ്മ. 50ഓളം കലാരൂപങ്ങളിൽ പരസ്പര പരിശീലനവും പ്രോത്സാഹനവും നൽകിയാണ് ഓരോരുത്തരെയും വാർത്തെടുക്കുന്നത്. കൂട്ടായ്മയിലെത്തുന്നവർക്ക് പരിശീലനമെല്ലാം സൗജന്യം. സാധാരണക്കാരായിട്ടുള്ള ഇവിടെയുള്ള പ്രവാസികളാണ്. നമുക്കറിയാം, പ്രവാസ ജീവിതത്തിലോട്ട് നമ്മൾ വരുമ്പം നമ്മുടെ ഒരുപാട് കലാമോഹങ്ങളെ നമ്മൾ നാട്ടിൽ കൂട്ടിക്കെട്ടി വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. തികച്ചും സൗജന്യമായി സംഘടന കീഴിൽ വാദ്യ ഉപകരണം കൊടുത്ത്, അതുപോലെ തന്നെ പരിശീലകനെ അടക്കം കൊടുത്തുകൊണ്ടാണ് നമ്മളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കലാകാരന്മാരെല്ലാവരും ഇവിടെ അണിചേർന്ന് നിൽക്കുന്നത്. കാരണം യാതൊരുവിധ ലാഭേച്ഛയും ഇല്ലാതെ അവരുടെ കിട്ടുന്ന സമയം സംഘടനയ്ക്ക് വേണ്ടിയിട്ട്, സംഘടനയിലൂടെ ഒരു നല്ല കലാകാരനായിട്ട് വളരുക എന്നുള്ള ഉദ്ദേശം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നവരാണ്. ചെണ്ട പരിശീലിക്കാൻ തന്നെ 110 പേരുണ്ട്. തിരുവാതിര, ഒപ്പന, കോൽക്കളി, തെയ്യം, മുട്ടിപ്പാട്ട്, നാടൻപാട്ട്, കഥക്, ഭരതനാട്യം, മോഹിനിയാട്ടം, ഇങ്ങനെ കേരളത്തിൻ്റെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും കലാരൂപങ്ങൾ നിരവധി. 600-ലധികം കലാകാരന്മാരുണ്ട് ഈ കൂട്ടായ്മയിൽ. ഓണക്കാലമായാൽ ദുബായിലും ഷാർജയിലും അജ്മാനിലുമൊക്കെ ഇവരെ കാണാം. ശിങ്കാരിയും പഞ്ചാരിയുമെല്ലാമായി പറന്നു നടക്കും. ഒരു ദിവസം 3 വേദികളിൽ വരെ വാദ്യമേളങ്ങളുടെ പെരുമഴ തീർക്കും. വിഷുക്കറി ആയതുകൊണ്ട് ഞങ്ങൾക്ക് മേളത്തിനോടുള്ള കമ്പം കാരണം ചെറുപ്പം പോലെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 3 വർഷമായി ഇപ്പോൾ ഓർമ്മയിൽ. മേളത്തിൻ്റെ ആ ഒരു ആഗ്രഹം പാഷൻ കാരനാണ് ഓർമ്മയിൽ ചേർന്നത്. ഇങ്ങനൊരു ഓർമ്മ ഇങ്ങനൊരു ഫ്രീ ആയിട്ടൊരു സംരംഭം നടത്തുമ്പോൾ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഞാനൊരു മെമ്പറാണ് 3 വർഷമായിട്ട് ഓർമ്മയുടെ സ്ഥിരമായിട്ട് ചെണ്ടയിൽ ഗ്രൂപ്പിലുണ്ട്. മോർ ദാൻ ഒരു 10 years ആയിട്ട് ഇതിലുണ്ട്. പ്രാക്ടീസ് ഇപ്പോൾ നമ്മൾ പുതിയ സീസൺ കുറേ പേര് നമ്മൾ ന്യൂ ലേഡീസിനൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ കുറേ പേര് ജോയിൻ ചെയ്യും. കാരണം കുറേ പേര് മെജോറിറ്റി ന്യൂ ആണ്. സോ നമ്മൾ കണ്ടിന്യൂസ്ലി ഇപ്പം ഒരു 2 months ആയിട്ട് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് നമുക്ക് നടക്കുന്നുണ്ട്. UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഓർമ്മ സംഘടിപ്പിക്കുന്ന ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കേരളോത്സവത്തിൽ സജീവ സാന്നിധ്യമാണ് ഈ കലാകൂട്ടായ്മ. UAE-യിലെ 5 മേഖലകളിൽ നിന്നുമുള്ള കലാകാരന്മാർ മാറ്റുരയ്ക്കുന്ന ഇശൽ നിലാവ് കലോത്സവം മറ്റൊരു ആഘോഷവേദി.
വേദിയിലും വേദിക്ക് പുറത്തുമായി ആട്ടവും വാദ്യങ്ങളുടെ പൂരവുമായി ആഘോഷിക്കാൻ ഇവരുണ്ടാകും. നെന്മാറ സ്വദേശി രഞ്ജിത്താണ് ചെണ്ടയിലെ പരിശീലകൻ. പലവരും പല ജോലിയിലും എല്ലാവരും തിരക്കിലുള്ളവരാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതിന് ആത്മാർത്ഥമായിട്ട് എല്ലാവരും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് എല്ലാം വെക്കുന്നത് ഒരു 8 മണി തൊട്ട് രാത്രി 8 മണി തൊട്ട് 10 മണി വരെയാണ്. അപ്പോൾ അതിനകത്ത് പലരും തിരക്കെല്ലാം ഒഴിവാക്കിയിട്ടും ഇത് പഠിക്കാനുള്ള ഒരു ആത്മാർത്ഥതയിൽ എല്ലാവരും വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 120-ഓളം ഉള്ള ആളുകൾ നമുക്കിപ്പോൾ പഠിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ പലവർക്കും നാട്ടിൽ ഇത് പഠിക്കാൻ കഴിയാതെ ഇവിടെ, അതായത് ചെണ്ട പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ വെച്ചിട്ട് പഠിക്കാൻ കഴിയാതെ നമ്മളിപ്പോൾ ജോലിയുടെയും അതിൻ്റെ പല തിരക്കിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മ അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് കൊടുക്കുന്നത്. കുട്ടിക്കാലം മുതൽ ഇഷ്ടമുള്ള കല പരിശീലിക്കാനും ഈ കൂട്ടായ്മ അവസരമൊരുക്കുന്നുണ്ട്. ചെണ്ടയിലും ഇലത്താളത്തിലും മാത്രമല്ല, ഓരോരുത്തരുടെയും അഭിരുചി തൊട്ടറിഞ്ഞാണ് പ്രോത്സാഹനം. ആരും ആരെയും കുറ്റപ്പെടുത്തുകയോ കുറച്ചു കാണുകയോ ചെയ്യില്ല. പോരായ്മകൾ സ്നേഹത്തോടെ പറഞ്ഞുകൊടുത്ത് പുതിയ കരുത്തു നൽകും. കുട്ടികൾക്കായി ബാലവേദി പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. ഈ ഒരു വെക്കേഷൻ ടൈം എല്ലാവർക്കും അറിയായിരിക്കും. 2 മാസം വെക്കേഷൻ ടൈം നമ്മുടെ ദുബായിലുള്ള സമയത്തും കുട്ടികൾ വെറുതെ ഇരിക്കുന്നില്ല. അവരിപ്പോൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് ചെണ്ട പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ചെണ്ടയിലാണെങ്കിൽ എല്ലാവരും അവരുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. 10-30ഓളം കുട്ടികൾ നമ്മുടെ ടീമിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉണ്ട്. ഇലത്താളത്തിലാണെങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന കുട്ടികൾ 10ഓളം കുട്ടികൾ ഇലത്താളത്തിലും നമ്മുടെ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട്. കലയ്ക്കു വേണ്ടിയുള്ള ഈ ഒത്തുകൂടൽ ജീവിതത്തിനു വേണ്ടിയുള്ള ഒത്തുചേരൽ കൂടിയാണ്. പ്രവാസത്തിന്റെ കൊടും ചൂടിൽ സ്വപ്നങ്ങൾ വാടിപ്പോകാതിരിക്കാനുള്ള ഒരിറ്റ് നനവ്, കലയുടെ കരുതൽ, സംഗീതത്തിന്റെ സാന്ദ്രമായ തലോടൽ. നാട്ടിൽ നിന്നും പ്രവാസത്തിലേക്ക് പറിച്ചു നടുമ്പോൾ ഒറ്റയ്ക്കല്ല, കൂടെ ഞങ്ങളുണ്ടെന്ന ചേർത്തു നിർത്തൽ. ഇവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് സംഘടന ശ്രദ്ധിക്കുന്നത്. ഇവർക്കൊക്കെ ഈ പറഞ്ഞ കണക്കെ ജോലി ഭാരവും ജോലിയുടെ സ്ട്രെസ്സും ഒറ്റപ്പെടലുകളും ലേബർ ക്യാമ്പിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഒത്തുചേരലിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ലക്ഷ്യം. പിന്നെ ഈ പറയുന്ന ഇതൊരു കുടുംബമാണ്. ഇവിടെ ജാതിയോ മതമോ ഒന്നൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാരിയറേ അല്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ നിൽക്കുന്നവരായിക്കോട്ടെ, അവിടെയുള്ള ആൾക്കാരെ എല്ലാ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഓരോ ലേബർ ക്യാമ്പിൽ നിന്ന് മുതൽ ഓരോ ഉന്നതമായ പദവിയിലിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ എല്ലാവരും ഒരേ കുടക്കീഴിൽ ഒരുപോലെ. മരുഭൂമിയിലെത്തിയാൽ കലയെല്ലാം വൃതിയടഞ്ഞെന്നും ജീവിതം സുന്ദരവും സുരഭിലവുമാകില്ലെന്നും നിരാശ കൊള്ളുന്നവർക്കുള്ള നിലാക്കാഴ്ചയാണ് ഇത്. ജീവിതം ഇരുളടഞ്ഞെന്ന് സങ്കടപ്പെടുന്നവർക്കുള്ള ആശാകിരണം. ഇങ്ങനെ ഒത്തുകൂടി കലയും കലപിലയുമായി കഴിയുമ്പോൾ കണ്ണുകൾ നിറയില്ല. അതിന് ഈ കൂട്ടായ്മ അനുവദിക്കില്ല.